എൻ വാസുവിന്റെ വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അമൽ, അങ്ങനെ പ്രതികളുടെയൊക്കെ വീടുകളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. ഇപ്പോൾ എൻ വാസുവിന്റെ വീട്ടിൽ ഈ റെയ്ഡ് തുടങ്ങിയിട്ട് എത്ര നേരമായി, എന്താണ് അവിടെ സംഭവിക്കുന്നത്, പറയൂ. പുലർച്ചെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ വാസുവിന്റെ വീട്ടിലേക്ക് എത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വാസുവിന്റെ വീടിന്റെ ഗേറ്റ് അടക്കം അടച്ചിട്ടിരിക്കുകയാണ്. പുറത്ത് രണ്ട് വാഹനങ്ങൾ, കൊച്ചിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ എത്തിയ രണ്ട് വാഹനങ്ങളാണ് ഇവിടെയുള്ളത്. അകത്ത് പരിശോധന പുരോഗമിക്കുന്നു. ഈ സ്വത്ത് സമ്പാദനം അടക്കമുള്ള വിഷയങ്ങളിലുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിലാണ് നിലവിൽ പരിശോധന പുരോഗമിക്കുന്നത്. ഒന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനം, അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അവിടെയും ഇതിന് സമാനമായി തന്നെ 2 വാഹനങ്ങളിലായി ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടുണ്ട്, അത് ആറ്റിങ്ങലിലാണ്. ആ വീട്ടിലും ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. അങ്ങനെ 3 ഇടങ്ങളിൽ നിലവിൽ തിരുവനന്തപുരത്ത് പരിശോധന പുരോഗമിക്കുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള രേഖകളോ മറ്റോ ഇവരുടെ വീടുകളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. ഇത്രയും ദിവസം SITയുടെ പരിശോധനയും SITയുടെ അന്വേഷണവുമാണ് കാര്യക്ഷമമായി പുരോഗമിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പുതിയൊരു ഇടപെടൽ കൂടി ഉണ്ടാവുകയാണ്. അങ്ങനെ ഇഡിക്ക് എപ്പോൾ വേണമെങ്കിലും ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കേസായിരുന്നു ഇത്. പ്രത്യേകിച്ചും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളടക്കം ഇഡി ഇതിനോടകം തന്നെ പരിശോധിച്ച് വരുന്ന വിവരം നേരത്തെ കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ പരിശോധന എപ്പോൾ ഉണ്ടാകും എന്നുള്ളത് മാത്രമായിരുന്നു സംശയം. ഇപ്പോഴെന്തായാലും കോടതിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ കോടതിയുടെ റിപ്പോർട്ട് ഇന്നലെ വന്ന് കോടതിയുടെ ചില നിരീക്ഷണങ്ങളൊക്കെ വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്നിപ്പോൾ പരിശോധന പുരോഗമിക്കുന്നു. എല്ലായിടങ്ങളിലും 12 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാസുവിന്റെ വീടിനകത്ത് ഉദ്യോഗസ്ഥർ ഉണ്ട്. വാസു അറസ്റ്റിലാണ്, വാസു റിമാൻഡിലാണ്. അപ്പോൾ വാസു ഇല്ലാതെ തന്നെ ആ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥരെത്തി അതിനകത്ത് പരിശോധന പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് എത്ര സമയം നീളും എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും എത്തി സമാനമായി തന്നെ രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂജ. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എൻ വാസുവിന്റെ പത്മകുമാറിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്തെ എൻ വാസുവിന്റെ പേട്ടയിലുള്ള വീട്ടിന് മുന്നിൽ നിന്നാണ് അമൽ തേനമ്പറമ്പിൽ ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുലർച്ചെ മുതൽ ആരംഭിച്ച റെയ്ഡാണ്. അങ്ങനെയാണ് അമൽ ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത്. അപ്പോൾ പലയിടങ്ങളിലും, ഇവിടെ മാത്രമല്ല, പ്രതികളുടെ വീട്ടിൽ മാത്രമല്ല, പുറത്ത്, സംസ്ഥാനത്തിന് പുറത്ത് ചെന്നൈയിലും ബംഗളൂരിലും ഉൾപ്പെടെ പരിശോധന വ്യാപകമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരേ സമയം 21ഓളം ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. ഈ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ തന്നെ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇഡി മുന്നിലേക്ക് പോവുകയാണ്. മറുവശത്ത് SITയുടെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളും മുന്നിലേക്ക് നീങ്ങുന്നുണ്ട്. ഇന്ന് സന്നിധാനത്ത് പരിശോധന ഉൾപ്പെടെ നടക്കാൻ പോവുകയാണ്. അതിനിടയിലാണ് വ്യാപക റെയ്ഡുമായിട്ട് ഇഡി കളത്തിലിറങ്ങുന്നത് എന്നുള്ളതാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, അപ്പോൾ ഇഡിയുടെ ഇതുവരെയുള്ള നീക്കങ്ങൾ അത് എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ റെയ്ഡ്, അതിനുശേഷം പ്രതികളുടെ മുന്നിലേക്ക് എത്തുക എന്നുള്ള തലത്തിലായിരിക്കും ഇനി കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ വീടുകളിൽ പരിശോധന നടത്തുക, ഏതെല്ലാം തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു പരിശോധന ഇഡി ഇപ്പോൾ നടത്തുകയാണ്. അത് എൻ വാസുവിന്റെ മാത്രമല്ല, പത്മകുമാറിന്റെ മാത്രമല്ല, ഈ കേസിൽ അറസ്റ്റിലായ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളുകളെ എല്ലാം പരിശോധനയുടെ റഡാറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇഡി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. 21 ഇടങ്ങളിലെ പരിശോധന എന്ന് പറയുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ചർച്ച ചെയ്യപ്പെട്ട പേരുകാരുടെ വീടുകളിലേക്കെല്ലാം എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിലേക്ക്, ദേവസ്വം ബോർഡ് ആസ്ഥാനമുള്ള സ്മാർട്ട് ക്രിയേഷൻ അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇഡി സംശയിക്കുന്നത്. ആ സംശയം മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കമുള്ള ഈ സാമ്പത്തിക വളർച്ചയുണ്ട്. ആ സാമ്പത്തിക വളർച്ച എങ്ങനെയുണ്ടായി എന്നുള്ളൊരു പരിശോധന കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്നുള്ളതാണ്. കാരണം സാധാരണക്കാരായിരുന്ന പലരും വേഗത്തിലുണ്ടാക്കിയ സാമ്പത്തിക വളർച്ച ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് ഉദ്യോഗസ്ഥരെ അടക്കം കാണാൻ കഴിയുന്നുണ്ട്. ഈ പുറത്ത് തോക്കേന്ത്യ ഉദ്യോഗസ്ഥരെ അടക്കം വീടിന് മുന്നിൽ കാവൽ നിർത്തിയുള്ള പരിശോധന നടക്കുമ്പോൾ അത് അതിനിർണായകമായ പരിശോധന തന്നെയാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് അത് വളരെ കഷ്ടമാണ്. പ്രത്യേകിച്ചും ശബരിമല പോലെയുള്ള ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട്, ശബരിമല പോലെയുള്ള ഈ പറയുന്ന രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു ആരാധനാലയത്തിലെ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പരിശോധന എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ആളുകളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ശബരിമലയിലെ ഭക്തരെ അടക്കം വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ശബരിമലയുടെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കപ്പെട്ട ഒരു വിഷയത്തിലാണ് ഈ പരിശോധന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും ഈ പറയുന്ന 21 ഇടങ്ങളിൽ പരിശോധന പുരോഗമിക്കുന്നു. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഈ 21 എന്ന് പറയുന്നത്. അതിനും അപ്പുറത്തേക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും പേട്ടയിൽ, തിരുവനന്തപുരത്തെ പേട്ടയിൽ ഈ പറയുന്ന എൻ വാസുവിന്റെ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എൻ വാസുവിന്റെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നു. ഇതാണ് തലസ്ഥാനത്ത് നിന്ന് നൽകാനുള്ള വിവരം. പൂജ.